ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന റെസിപ്പിയാണ് കുഴയ്ക്കാതെ പരത്താതെ മാവ് ഒഴിച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലാ യൂട്യൂബ് ചാനലിലും ഇപ്പോൾ ഇത് തന്നെയാണ് ട്രെൻഡ്. അപ്പോൾ ഞാനും ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ, കറക്റ്റ് ചപ്പാത്തി പോലെ ആണോ എന്നൊക്കെ. അപ്പോൾ മാവ് കലക്കി ഒഴിച്ച് ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ കുഴച്ചും പരത്തി എടുക്കുന്നേക്കാളും എന്ത് എളുപ്പമാണ്. കുറേ പേർക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലും വലിയ ഈസി മെത്തേഡ് കാണില്ല. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉണ്ടാക്കി നോക്കിയാൽ മതി. അപ്പോൾ ഞാനിത് കറക്റ്റായിട്ടുള്ള റിവ്യൂ പറയാം കേട്ടോ, ഇത് ചപ്പാത്തി പോലെയാണോ അല്ലേ എന്നൊക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ചപ്പാത്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ചപ്പാത്തിയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് മാവ് എടുക്കുക. ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് കലക്കി എടുക്കണം. ചൂടുവെള്ളമൊന്നുമല്ല, നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ്. കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് കലക്കിയെടുക്കാം. ഞാനിപ്പോൾ വിസ്ക് വെച്ചിട്ടാണ് കലക്കിയെടുക്കുന്നത്. വിസ്ക് വെച്ചിട്ട് കലക്കിയെടുത്താൽ ഒട്ടും കട്ട പിടിക്കാതെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. വിസ്ക് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് 1-2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി. നല്ല സ്മൂത്ത് ബാറ്ററായിട്ട് തന്നെ കിട്ടും. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയണില്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന മാവിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. നമ്മൾ ദോശയ്ക്ക് കലക്കി എടുക്കുന്ന പോലെ കലക്കി എടുത്താൽ മതി. അപ്പോൾ അതായത് കലക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കുന്നേക്കാളും എളുപ്പത്തിൽ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ പറ്റി. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് തവ ചൂടാക്കി എടുക്കുക. തീ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞു വരും. അപ്പോൾ ചപ്പാത്തി പോലെ ആയി കിട്ടില്ല കേട്ടോ. തവ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതുപോലെ പരത്തി കൊടുക്കാം. ദോശ പോലെ നല്ല നൈസായിട്ട് പരത്തരുത്, ഒന്നൊഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇതുപോലെ മൊത്തം കളർ ചേഞ്ചായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ടാണ് താഴ്ഭാഗം മൊരിഞ്ഞു വരാതിരിക്കുന്നത്. മറിച്ചിട്ടതിന് ശേഷം മുകളിൽ ഇങ്ങനെ കുമിളകൾ വന്ന് തുടങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യണം. ഇതുപോലെ കുമിളകൾ വന്ന് തുടങ്ങുമ്പോൾ തവി വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ പൊങ്ങി വരും. ഒരു പ്രാവശ്യം കൂടെ മറിച്ചിട്ട് കൊടുക്കുക, പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാ ഇതുപോലെ പൊങ്ങി വരും. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ചപ്പാത്തി നേരെ പരത്തിയില്ലെങ്കിൽ ഇതുപോലെ പൊങ്ങി വരില്ല. അത് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. താഴ്ഭാഗം ഇപ്പോൾ ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട ഭാഗവും ചെറുതായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡ് വരണം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എടുത്ത് മാറ്റാം. അടുത്തത് ചുട്ടെടുക്കുന്നതിന് മുന്നേ കുറച്ച് വെള്ളം തവയിൽ തളിച്ചു കൊടുക്കുക, എന്നിട്ട് തുടച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ചൂട് കൂടുതലുള്ളത് കുറയാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ ഒരെണ്ണം ചുട്ടെടുക്കുന്നത് നിങ്ങൾ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് തോന്നിയെങ്കിൽ ഈസി അല്ല കേട്ടോ. ഞാനിത് ഏകദേശം 4 മിനിറ്റോളം എടുത്തിട്ടുണ്ട് ഒരെണ്ണം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ 1-2 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ചുട്ടെടുക്കും. പക്ഷേ 3-ാമത്തെ തവണ നമ്മളിത് ചെയ്യില്ല. കാരണം ഗ്യാസ് വേസ്റ്റാണ്, സമയവും വേസ്റ്റാണ്. നമ്മളൊരു ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ 1 മിനിറ്റ് പോലും വേണ്ടി വരില്ല. ഇത് ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 4 മിനിറ്റോളം വേണ്ടി വരും. അപ്പോൾ കുറേ ആളുകളൊക്കെ ഉള്ള ഫാമിലി ആണെങ്കിൽ നമ്മൾ എത്ര സമയം എടുത്താലും ഇത് ചുട്ട് തീരില്ല. ഞാനിത് 4 എണ്ണം ചുട്ടതിന് ശേഷം ബാക്കി ദോശയായിട്ടാണ് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അപ്പം നിങ്ങൾ എളുപ്പമാണെന്ന് വിചാരിച്ചിട്ട് ഇത് ട്രൈ ചെയ്യാൻ നിൽക്കരുത്. നല്ലപോലെ പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ചുട്ടെടുക്കുന്ന സമയത്ത് കാണാൻ ചപ്പാത്തി പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് മുറിച്ചിട്ട് കഴിച്ചു നോക്കാം. ഞാനിത് മുറിച്ചെടുത്തിട്ടുണ്ട്. ചൂടോടെ തന്നെയാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. പുറമെ മൊരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. പക്ഷേ അകത്ത് ചപ്പാത്തി പോലെ അല്ല, ദോശ പോലെയാണ് തോന്നുന്നത്. കഴിച്ച് നോക്കുമ്പം ടേസ്റ്റ് ചപ്പാത്തി പോലെ അല്ല കേട്ടോ, ദോശ പോലെ തന്നെയാണ്. അപ്പോൾ ഞാനിത് ചപ്പാത്തി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടാൽ നിങ്ങളത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇത് ചപ്പാത്തി അല്ല ദോശ പോലെയാണെന്ന് കമൻറ്റ് ചെയ്യും. കുറച്ചും കൂടെ മൊരിഞ്ഞിട്ടുള്ള ഗോതമ്പ് ദോശ, അത്രയേ ഉള്ളൂ. ചപ്പാത്തി എന്ന് പറയാനേ പറ്റില്ല. പിന്നെ ഞാൻ ചില വീഡിയോയിൽ കണ്ട് ചൂടോടെ കഴിച്ചാൽ ചപ്പാത്തി പോലെ ആണെന്നൊക്കെ. പക്ഷേ ചൂടോടെ കഴിച്ചാലും ചപ്പാത്തി പോലെയല്ല. ഒരു 30 സെക്കൻഡ് ആകുമ്പോൾ തന്നെ ഇത് തണുത്തു തുടങ്ങും. പിന്നെ കാണാനും ദോശ പോലെ തന്നെയാണ്. അപ്പം ഗസ്റ്റൊക്കെ വരികയാണ്, ചപ്പാത്തി ഉണ്ടാക്കാൻ ഇതാണ് എളുപ്പ വഴിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കലക്കി വെച്ചാൽ പിന്നെ ദോശ ചുടേണ്ടി വരും. ഇത് ഒറിജിനലായിട്ട്
ടോർട്ടില്ല ബ്രെഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറയുന്ന റെസിപ്പിയാണ്. അപ്പോൾ ചപ്പാത്തിയുടെ റെസിപ്പി അല്ല, ദോശ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, കളയേണ്ടിയൊന്നും വരില്ല. ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ ദോശയുടെ ടേസ്റ്റ് തന്നെയാണ്, മൊരിഞ്ഞ ദോശയുടെ ടേസ്റ്റ്. അപ്പോൾ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, അല്ലാതെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ട്രൈ ചെയ്യണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.